ഹലോ എവരിവൺ, ദിസ് ഇസ് ഡോക്ടർ ജോർജി. കഴിഞ്ഞ ദിവസത്തെ മഴയോടൊപ്പം ഉണ്ടായിരുന്ന ഇടിമിന്നലിൽ കേരളത്തിൽ പല ഭാഗങ്ങളിലെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മരണം വരെ നടന്നതായിട്ട്, മിന്നലേറ്റ് മരിച്ചു എന്ന വാർത്ത വരെ നമുക്ക് വീണ്ടും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അഥവാ ദുരന്ത നിവാരണ അതോറിറ്റി ഇത് വളരെ വ്യക്തമായി അവരുടെ വെബ്സൈറ്റുകളിൽ കൃത്യസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നാൽ നമ്മളാരും ഇതിനെപ്പറ്റി ബോധേഡായിരുന്നില്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായ കാര്യങ്ങൾ, ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുള്ളപ്പോൾ തുറസായ ഒരു സ്ഥലത്ത് നിൽക്കാതെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കഴിയുന്നതും ആ സമയത്തൊക്കെ ഒന്ന് ടെമ്പററി ആയിട്ട് താൽക്കാലികമായി സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതായിരിക്കും നല്ലത്. ഫോൺ ഉപയോഗിക്കാതിരിക്കുക, ലാൻഡ് ഫോൺ ഉപയോഗിക്കാതിരിക്കുക. മൊബൈൽ ഫോണിലൂടെ മിന്നലടിക്കത്തില്ല, പക്ഷേ ലാൻഡ് ഫോണിലൂടെ മിന്നലടിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇടിമിന്നലുള്ള സമയത്ത് ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക. മീൻപിടുത്തം, ബോട്ടിങ്, അതുപോലെ ബോട്ടിൻ്റെ ഡെക്കിൽ കയറി നിൽക്കുന്ന പരിപാടികൾ, ഇതെല്ലാം ഒഴിവാക്കി എത്രയും വേഗം കരയിലേക്ക് എത്തുവാനായിട്ട് ശ്രമിക്കുക. കരയിലെത്തിയാൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറുക. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു കാറിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾ കാറിൻ്റെ അകത്ത് തന്നെ തുടരുക. കാറിൻ്റെ അകത്ത് മിന്നലേൽക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നിങ്ങൾ ബൈക്കിലോ സ്കൂട്ടറിലോ മറ്റോ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഒതുക്കി അടുത്തുള്ള കെട്ടിടത്തിനുള്ളിലേക്ക് മാറി നിൽക്കുവാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരാൾ മിന്നലേറ്റ് വീണു എന്ന് കരുതുക. അദ്ദേഹത്തെ രക്ഷിക്കുവാനുള്ള ആദ്യത്തെ 30 നിമിഷങ്ങൾ, സുവർണ നിമിഷങ്ങൾ, ഗോൾഡൻ 30 സെക്കൻഡ്സ് എന്നാണ് എന്നെ പറയുക. അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. മിന്നലേറ്റ് വീണിരിക്കുന്ന ഒരു വ്യക്തിയെ തൊട്ടാൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കില്ല. നിങ്ങൾക്ക് CPR കൊടുക്കണമെങ്കിൽ CPR കൊടുക്കുക. എത്രയും വേഗം അദ്ദേഹത്തെ അടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാനും ജീവൻ രക്ഷിക്കുവാനും സാധിക്കുമോ എന്ന് നിങ്ങൾ ശ്രമിക്കുക. ഇനി അടുത്ത തവണ ഒരു ഇടിമിന്നൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഭയപ്പെടരുത്. ഇടിമിന്നലിൽ പെട്ടുപോയൊരു വ്യക്തിയെ രക്ഷിക്കുന്നതിനായി നിങ്ങൾ താമസിക്കുകയും ചെയ്യരുത്. താങ്ക്